ഹാപ്പൻസ് ചെയ്യുന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് BSNL FTTH ഒരു ബിൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഇപ്പോൾ പ്ലാൻ മാറുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ 599 പ്ലാനിൻ്റെ കറക്റ്റായിട്ടുള്ള എമൗണ്ട് എനിക്ക് കഴിഞ്ഞ മാസം അവരുടെ കുറച്ച് റൈറ്റ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇടയിൽ വെച്ചിട്ടാണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ ആകെ എമൗണ്ടൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ഈ മാസത്തെ ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബിൽ ഡീറ്റെയിൽസിലേക്ക് പോകാണ്ട് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബില്ല് നോക്കാമെന്ന് വെച്ചാൽ ശരിക്കും വരുന്ന എമൗണ്ട് നിങ്ങൾക്ക് എത്രയാണെന്ന് അറിയാൻ വെച്ചാൽ നമ്മുടെ ഒരു 100 രൂപീസിൻ്റെ ഏകദേശം റേറ്റിലാണ് നമുക്ക് ഇത് വരിക, എന്താ പറയുക, GST വരിക. അപ്പോൾ ശരിക്കും 599 വരുന്നത് 700 രൂപയാണ്. 700 രൂപ 700ൻ്റെ റേഞ്ചിലാണ് വരേണ്ടത്. 710 712 വരേണ്ടത്. അപ്പോൾ നമുക്കത് കറക്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബില്ല് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിൽ വന്നു. മെയിലില്ല, നമ്മുടെ എന്താ പറയുക, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആമസോണിൽ കൂടെയാണ് ബില്ല് അടിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ബില്ല് പുതിയ അപ്ഡേറ്റ് വന്നിട്ട് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എമൗണ്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് കയറി നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കൂടെ തന്നെയാണ് ആദ്യം ഫസ്റ്റായിട്ട് കയറി നോക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സെൽഫ് ക്യാൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നിങ്ങൾ ബില്ലടയ്ക്കുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ തന്നെ അടയ്ക്കണമെന്നില്ല. ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ മുമ്പ് അതാ വന്നിട്ടുണ്ട് ബില്ല് 712 രൂപയാണ് വന്നിരിക്കുന്നത്. പേ ഓപ്ഷൻ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് പേ ചെയ്യണല്ലോ. എനിക്ക് എന്താ ഒരു 20th വരെ എൻ്റെ ഡ്യൂ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കാർഡിൽ കൂടെ പേ ചോദിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ഈസ്റ്റ് മാസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പേ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ബിൽ ഡീറ്റെയിൽസിൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ബിൽസിൽ കാണാൻ പറ്റും, വ്യൂ ബില്ല്. അതിൽ കയറി കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ബില്ലായിട്ടുള്ള 712.81 രൂപ. അത് കറക്റ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് 599 പ്ലസ് GST വരുമ്പോൾ കറക്റ്റ് 712 തന്നെ വരിക. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ മൈ ബില്ല് വരുന്നുണ്ട്. അത് ആ ബില്ല് വന്നിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ പേര്, ഇവിടെ നമ്പർ, പ്ലാൻ വന്നിട്ടുണ്ട് ഫൈബർ ബേസിക് പ്ലസ്. പിന്നെ വന്നേക്കുന്നത് കഴിഞ്ഞ മാസത്തെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ മാസം പകുതി വെച്ചിട്ടാണ് ഈ പ്ലാൻ ചേഞ്ച് ആയത്. അപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് ബില്ല് വന്നു, പക്ഷേ 853 രൂപയാണ്. അത് ഞാൻ അടച്ചു. പിന്നെ കറണ്ട് ചാർജസ് 712. ഡ്യൂ വരുന്നത് എന്തോ ടോട്ടൽ ഡ്യൂ അല്ല, അത് ഈ മാസത്തെ തന്നെയാണ് 712 രൂപ. ഫിക്സഡ് ചാർജ് 590 രൂപ. അതുപോലെ വരുന്നത് GST 113 രൂപയാണ് വരുന്നത്. അങ്ങനെയാണ് ടോട്ടൽ 712 വരുന്നത്. പിന്നെ നമുക്ക് ഈ ബില്ലിൻ്റെ പീരീഡും ഒക്കെ കൂടെ കാണാം. കഴിഞ്ഞ മാസത്തെ ബില്ലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഡിസംബറിലത്തെ ബില്ലാണ് വന്നിരിക്കുന്നത്. പിന്നെ ബില്ല് താഴെ പോയി കഴിഞ്ഞാൽ താഴത്തെ തന്നെ ഉള്ളൂന്നുണ്ട്. പിന്നെ നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അയച്ചുതരാം. അതിൽ കൂടെ പറ്റില്ല എന്നുണ്ട് ഡൗൺലോഡ് ബില്ല്. ഡീറ്റെയിൽ ബില്ല് നമുക്ക് നോർമൽ നമ്മുടെ ആപ്പിലൊക്കെ കിട്ടും കേട്ടോ. ഇത് കൂടെ എന്താ നോക്കില്ല, അവിടെ ആവുന്നില്ല. ഓഫേഴ്സ് ആൻഡ് പ്രൊമോഷൻ ആയിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. കറണ്ട് ചാർജസ് ഇത് തന്നെയാണ്. നമുക്കത് ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, താഴത്തേക്കല്ല, അങ്ങനെ സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവറേജ് ലെവൽ മന്ത്ലി ചാർജ്, 1 ടൈം ചാർജ് ഇതൊന്നും വന്നിട്ടില്ല. ടോട്ടൽ യൂസേജ് ചാർജ് 0 തന്നെയാണ്, ഡിസ്കൗണ്ടൊന്നുമില്ല. ടാക്സ് വന്നേക്കുന്നത് 53 പ്ലസ് ഫ്ലഡ് സെസ്. ഇവരെ എല്ലാത്തിനും ഫ്ലഡ് സെസ് 1% വാങ്ങിക്കുന്നുണ്ട്. ഇത് 6 പോക്കറ്റിലേക്കാണ് പോകണം. ഐറ്റംസ് ബില്ലിൻ്റെ അതിലൊന്നുമില്ല. കസ്റ്റമർ സർവീസിന് വേണ്ടി വേറെ ഉണ്ട്. അതിൽ കുറച്ച് പാൻ നമ്പറും അഡ്രസ്സും അവരുടെ തൃശ്ശൂരത്തെ അഡ്രസ്സാണ് അവിടെ തന്നെ. അപ്പോൾ എൻ്റെ ഏരിയ തൃശ്ശൂർ ആയതുകൊണ്ടായിരിക്കണം. അതുപോലെ കസ്റ്റമർ കെയറിൻ്റെ വേറെ നമ്പേഴ്സൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലൊന്ന് നോക്കാം കേട്ടോ. ഇത്രയുടെ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ പേയ്മെൻറ്റ് നമുക്ക് ഇവിടെ തന്നെ കാണാം, പേയ്നോ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആമസോൺ പേ കൂടെ പേ ചെയ്യാനുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാഷ് ബാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 50-60 രൂപ ക്യാഷ് ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അത് പേയ്മെൻറ്റ് കുഴപ്പമൊന്നുമില്ല, 2 ദിവസം കഴിഞ്ഞാൽ തന്നെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. അത് ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ 599 പ്ലാനിൻ്റെ ബില്ല് ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാൻ ഒന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ കമൻസൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻസായിട്ട് അയക്കാം. ഞാൻ മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യാം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം.